ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബ്രിട്ടീഷ് ടെലിവിഷൻ ചാനൽ BBC-ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡോക്യുമെന്ററിയിൽ തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തതിന് BBC-ക്കെതിരെ കേസ് കൊടുക്കാൻ തനിക്ക് ബാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഫോക്സ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് BBC പ്രേക്ഷകരെ വഞ്ചിച്ചുവെന്നും ട്രംപ് ആരോപിച്ചു. ക്ഷമാപണം നടത്തണമെന്നും $1 ബില്യൺ നഷ്ടപരിഹാരം നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിന്റെ അഭിഭാഷകൻ നോട്ടീസ് അയച്ചതിന് പിന്നാലെ BBC ക്ഷമാപണം നടത്തിയിരുന്നു. പ്രസംഗം എഡിറ്റ് ചെയ്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത BBC-യിലെ 2 ഉന്നതർ രാജിവെച്ചു. BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും വാർത്താ വിഭാഗം മേധാവി ഡെബോറ ടോണിസുമാണ് രാജിവെച്ചത്. വാർത്തയിലെ പിഴവ് കാരണം ഇത് 2ാം തവണയാണ് BBC-യിൽ രാജി ഉണ്ടാവുന്നത്. ഇറാഖിന് ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം ഉണ്ടെന്ന BBC വാർത്തയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖ് ആക്രമണത്തിന് വഴിവെച്ചത്. വ്യാജ വാർത്തയിൽ അന്വേഷണം വന്നതോടെ BBC നേതൃത്വം ഒന്നടങ്കം രാജിവെച്ചൊഴിഞ്ഞു. തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനിറങ്ങി. ഇന്നലെ